هلا فريندز، السلام عليكم أبنائي وبناتي، كيف الحال؟ تمام؟ صباح الخير. صباح النور. طيب, ഹാപ്പി അല്ലേ എല്ലാവരും? സന്തോഷന്മാരായിട്ടിരിക്കല്ലേ? പഠിക്കുന്നില്ലേ നിങ്ങളുടെ പാഠഭാഗങ്ങളൊക്കെ എല്ലാ വിഷയവും? ഓക്കെ. طيب نعم. هل أنتم تذكرون ماذا درسنا في الصف الماضي؟ നാം കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്താ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഐവ അസ്സദീഖുൽ മുഖലിസ് അല്ലേ? ഒരു ഇന്റിമേറ്റ് ഫ്രണ്ടിനെ കുറിച്ചുള്ള ഒരു മൻളൂമ, ഒരു ഷിഅറാണ് നമ്മൾ പഠിച്ചത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലേ? എല്ലാവരും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. അതിൽ നമ്മൾ 20ാമത്തെ പേജിൽ ചില ആക്ടിവിറ്റീസ് ചെയ്തു, അതുമായി ബന്ധപ്പെട്ട ചില വർക്കുകളൊക്കെ നമ്മൾ ചെയ്തു. അവസാനം നമ്മൾ ഒരു ഫിഖറ തയ്യാറാക്കി. അസ്സദീഖുൽ മുഖലിസ് എന്ന വിഷയത്തിൽ ഒരു ചെറിയ പാരഗ്രാഫ് നമ്മൾ ഒന്നിച്ച് ക്ലാസ്സിൽ നിന്ന് തയ്യാറാക്കി. നിങ്ങളെല്ലാവരും അത് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുത്തു. കുറേ ആളുകൾ എനിക്കും അയച്ചു തന്നു. അവർക്കൊക്കെ ഞാൻ സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഫഇദൻ ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ യൂണിറ്റിലെ അൽ വഹദ അൽ ഊലയിലെ ലാസ്റ്റ് ക്ലാസ്സിലാണ് നമ്മളുള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ 21ാമത്തെ പേജിൽ നിങ്ങൾക്ക് 3 കവിതാ ശകലങ്ങൾ കാണുവാൻ സാധിക്കും. എന്താ അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കൂ. നഖ്താർ മിനൽ അബിയാത്ത് മാ യുനാസിബു ലഹ്നൽ മൻളൂം അസ്സദീഖുൽ മുഖലിസ്. അസ്സദീഖുൽ മുഖലിസ് എന്ന കവിതയുമായി ലഹ്ന്, എന്താ ലഹ്ന്? നഅം, ട്യൂണ്, അതിൻ്റെ രാഗം, അതിൻ്റെ രാഗത്തിൽ യോജിക്കുന്നത് ഏത് എന്ന് കണ്ടെത്തുക. ഇവിടെ അലിഫ്, ബ, ജീം 3 കവിതാ ശകലങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് അസ്സദീഖുൽ മുഖലിസ് എന്ന നമ്മൾ നേരത്തെ പഠിച്ച കവിതയില്ലേ, അതുമായി ലഹനിൽ യോജിക്കുന്നത് കണ്ടെത്തുക. അർത്ഥത്തിലല്ല, ആശയത്തിലല്ല, ലഹനിലാണ്, ട്യൂണിലാണ്. അപ്പൊ നമ്മൾ ആദ്യം അസ്സദീഖുൽ മുഖലിസിന്റെ ട്യൂൺ ഒന്ന് ഓർത്തു വെക്കണം. അത് നമ്മൾ ഒന്നുകൂടി പാടണം. അതിനുശേഷം ഈ 3 കവിതാ ശകലങ്ങളും ഒന്ന് പാടി നോക്കണം. എന്നിട്ട് ഈ കൂട്ടത്തിൽ നിന്ന് ഏതാണ് അസ്സദീഖുൽ മുഖലിസുമായി ട്യൂണിൽ യോജിച്ച് നിൽക്കുന്നത് എന്നൊന്ന് കണ്ടെത്തണം. നോക്കാം നമുക്ക്. അപ്പം നമുക്കൊന്ന് ഒന്നിച്ച് പാടി നോക്കാം. നിങ്ങൾക്ക് അതിൻ്റെ വോയിസുകൾ കേൾക്കാം. ആ പഴയ കവിതയുടെ വോയിസും കേൾക്കാം, ഇതിൻ്റെ വോയിസും കേൾക്കാം. എന്നിട്ട് നിങ്ങൾ കണ്ടുപിടിക്കണം ഏതാണ് അതുമായി ലഹനിൽ യോജിക്കുന്നത്. ഓക്കെ. أحب الخير يأتيني وأهواه لأصحابي وأدعو الله ينصرني مع الأخذ بأسبابي أحب الخير يأتيني وأهواه لأصحابي وأدعو الله ينصرني مع الأخذ بأسبابي وإخواني ألاقيهم بأشواق وترحاب ولو فضل بقي عندي سأعطي الفضل أحبابي وأقضي الوقت بينهم بتسلية وألعاب ولست بساخر منهم فأوذيهم بألقابي بذاك الله أوصاني فإني غير عيابي أحب الخير يأتيني وأهواه لأصحابي നഅം. അപ്പോൾ ആ അസ്സദീഖുൽ മുഖലിസ് കേട്ടല്ലോ. ഇനി നമുക്ക് ഈ 3 കവിതകളുടെയും പാരായണം ഒന്ന് ശ്രദ്ധിക്കാം. നോക്കൂ. أنت يا طفل صغير فابتعد عني ودعني هل أغني يا صديقي هل أسلك بلحني وأنا باك حزين بين أسلاك وسجن أنت يا طفل صغير فابتعد عني ودعني
റസൂലുള്ളാഹി അല്ലമനാ മിനൽ ഖുർആനി അജ്മലഹു കിതാബല്ലാഹി നഹ്മിലുഹു വനഖറഉഹു വനഫ്ഹമുഹു വനഖറഉഹു വനഫ്ഹമുഹു ബിഹിൽ അജ്റു ബിഹിൽ ഫൗസു ഇദാ ഖുംനാ നുബല്ലിഉഹു റസൂലുള്ളാഹി അല്ലമനാ മിനൽ ഖുർആനി അജ്മലഹു മിനൽ ഖുർആനി അജ്മലഹു أحب بلادي بها أحتمي فداها حياتي فداها دمي نشيدك يبقى شذا في فمي أحب بلادي بها أحتمي. ഓക്കെ, ഇനി പറയൂ, ഏതാണ് അസ്വദീഖുൽ മുഖ്ലിസിനോട് ട്യൂണിൽ യോജിക്കുന്നത്? അലിഫ് എന്ന രീതിയിൽ പറഞ്ഞ അന്തയാ തിഫ്ലു സഗീറു എന്ന കവിതയാണോ? ബായിൽ പറഞ്ഞ റസൂലുള്ളാഹി അല്ലംന എന്ന കവിതയാണോ? ജീമായി പറഞ്ഞ ഉഹിബ്ബു ബിലാദി എന്ന് തുടങ്ങുന്ന കവിതാശകലമാണോ? ഏതാണ്? നാം ആണ് അല്ലേ? ഓക്കെ, ബാ നിങ്ങൾ ഒന്നുകൂടി പാടി നോക്കൂ. നേരത്തെ പറഞ്ഞ സദീഖുൽ മുഖ്ലിസുമായി യോജിക്കുന്നുണ്ടോ ലഹനിൽ എന്നുള്ളത്? റസൂലുള്ളാഹി അല്ലമനാ മിനൽ ഖുർആനി അജ്മലഹു കിതാബല്ലാഹി നഹ്മിലുഹു വനഖറഉഹു വനഫ്ഹമുഹു വനഖറഉഹു വനഫ്ഹമുഹു ബിഹിൽ അജ്റു ബിഹിൽ ഫൗസു ഇദാ ഖുംനാ നുബല്ലിഉഹു റസൂലുള്ളാഹി അല്ലമനാ മിനൽ ഖുർആനി അജ്മലഹു മിനൽ ഖുർആനി അജ്മലഹു. നഅം, വെരി ഗുഡ്, കറക്റ്റ് ആണ്. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആൻസർ ബ ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ മൂന്നും നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതുക. എന്നിട്ട് ആ ബ ആയി കൊടുത്തിരിക്കുന്ന റസൂലുള്ളാഹി അല്ലംന എന്ന് തുടങ്ങുന്ന കവിത എന്ത് ചെയ്യുക? ഒരു ബോക്സിനകത്താക്കി വെക്കുക. ഇതിന്റെ അർത്ഥം നമുക്കൊന്ന് മനസ്സിലാക്കണ്ടേ? ജസ്റ്റ് നമുക്കൊന്ന് അറിഞ്ഞു വെക്കാം. ഓക്കെ, ഒന്ന് നോക്കൂ. അലിഫ് അന്തയാ തിഫ്ലു സഗീറൻ ഫബ്തഇദ് അന്നി വദഅനി. കൊച്ചുമോനെ, നീ എന്നെ ഒഴിവാക്കി അകലേക്ക് പോകുമോ? ഹൽ ഉഗന്നി യാ സദീഖി ഹൽ ഉസല്ലീക ബിലഹനിൻ. കൂട്ടുകാരാ, നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ പാട്ടുകൾ പാടാം. രാഗത്തിലൂടെ, ഈണത്തിലൂടെ ഞാൻ നിന്നെ ആനന്ദം കൊള്ളിക്കാം. വ അന ബാക്കിൻ ഹസീനുൻ ബൈന അസ്ലാക്കിൻ വസിജിൻ. ഈ കൂട്ടിനകത്ത് കിടന്നുകൊണ്ട് ഞാൻ ദുഃഖിതനായി കരയുകയാണല്ലോ. കൂട്ടിലടക്കപ്പെട്ട ഒരു കിളിയുടെ രോദനമാണ് ഈ കവിതയിലൂടെ. ആ കിളിക്കൂട്ടിൽ നിന്ന് ആ കിളിക്കുഞ്ഞ് അതിനെ പിടിച്ചടച്ചിരിക്കുന്ന കുട്ടിയോട് പറയുകയാണ്, നീ എന്നെ ഈ കൂട്ടിൽ നിന്നൊന്ന് ഇറക്കി വിടുമോ? ഓക്കെ, മനസ്സിലായല്ലോ. രണ്ടാമത്തേതിൽ പറയുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഖുർആനുമായി ബന്ധപ്പെട്ടത്. റസൂലുള്ളാഹി അല്ലംനാ മിനൽ ഖുർആനി അജ്മലഹു. ഏറ്റവും മനോഹരമായ ഖുർആനിൽ നിന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. കിതാബല്ലാഹി നഹ്മിലുഹു വനഖറഉഹു വനഫ്ഹമുഹു. അല്ലാഹുവിൻ്റെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ നാം വായിക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നു. ബിഹിൽ അജ്റു ബിഹിൽ ഫൗസു ഇദാ കുന്നാ നുബല്ലിഉഹു. അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തം നാം ഏറ്റെടുത്താൽ അതിലൂടെ നമുക്ക് വിജയവും അതേപോലെ തന്നെ പ്രതിഫലവും നേടിയെടുക്കുവാൻ സാധിക്കും. ഇനി ജീമ് ഉഹിബ്ബു ബിലാദി ബിഹാ അഹ്തമീം. ഞാൻ എൻ്റെ രാജ്യത്തെ ഇഷ്ടപ്പെടുന്നു, തീർച്ചയായിട്ടും അതിൽ ഞാൻ സുരക്ഷിതനാണ്, അതിൽ ഞാൻ സുരക്ഷിതവാനായിരിക്കും. ഫിദാക ഹയാത്തി ഫിദാഹ ദമി. എൻ്റെ ജീവിതവും എൻ്റെ രക്തവും ഞാൻ അതിനു വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാണ്. നഷീദുക യബ്ഖാ ഷിദൻ ഫി ഫമി. അതിൻ്റെ പാട്ടുകൾ എൻ്റെ വായിൽ ആ സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ദേശസ്നേഹവുമായി ബന്ധപ്പെട്ട ഒരു കൊച്ചു കവിത. ഈ മൂന്നിൽ നിന്ന് അതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തി അത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. ഓക്കെ, ത്വയ്യിബ്. ഇനി നമ്മൾ അതിലുള്ള കൊച്ചു ഒരു 1-2 വർക്കുകൾ കൂടി ചെയ്യാൻ ബാക്കിയുണ്ട്. 22ാമത്തെ പേജ് കണ്ടോ നിങ്ങൾ?
ലിക്കുല്ലി ഇൽമിൻ ഫദ്ൽ, ഒരു മനോഹരമായ ഒരു ചിത്രകഥയാണ്. അതിന്റെ മുൻപ് ഒരു വാക്കുണ്ട്, ഒരു സെന്റൻസ് ഉണ്ട്, നഖറ അൽ ഖിസ്സ അൽ മുസവ്വറ വ നതജാവബ്. ഈ ഖിസ്സ അൽ മുസവ്വറ, യെസ്, ചിത്രകഥ. ഈ ചിത്രകഥ നമ്മൾ വായിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? ഇതിന്റെ ആൻസർ, താഴെ 1-2 ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യങ്ങൾക്ക് ആൻസർ കണ്ടെത്തുക. ഒരു പക്ഷേ ഈ കഥ നിങ്ങൾക്ക് അറിയായിരിക്കും. വളരെ മനോഹരമായ സുന്ദരമായ ഒരു സൂപ്പർ കഥയാണ്. ഈ കഥ നമുക്ക് ആദ്യം ശ്രദ്ധിക്കാം. ലികുല്ലി ഇൽമിൻ ഫദ്ൽ, അതാണ് കഥയുടെ പേര്. ലികുല്ലി ഇൽമിൻ ഫദ്ൽ എന്താ അർത്ഥം? ലികുല്ലി ഇൽമിൻ ഫദ്ൽ, ഓരോ അറിവിനും അതിൻ്റെതായ ശ്രേഷ്ഠതയുണ്ട്. ഓരോ വിജ്ഞാനത്തിനും അതിൻ്റെതായ ശ്രേഷ്ഠതയുണ്ട്. നോക്കൂ, മറത്തൻ റകിബ സലാസത്തു ഔലാദിൻ ഖാരിബൻ വ അറാദു അൻ യസ്ഖറു മിൻ സാഹിബിൽ ഖാരിബ്. ഒരിക്കൽ മറത്തൻ റകിബ സലാസത്തു ഔലാദിൻ, 3 കുട്ടികൾ എന്ത് ചെയ്തു? അവർ കേറി. റക്കിബ എവിടെ? ഖാരിബൻ. ഖാരിബ് എന്താണ്? യെസ്, ഒരു ബോട്ടിൽ, ഒരു തോണിയിൽ അവർ കയറി. വ അറാദു, അവര് ഉദ്ദേശിച്ചു. എന്തിനാ? അൻ യസ്ഖറു, എന്തിനു വേണ്ടിയിട്ടാണ്? നഅം, അൻ യസ്ഖറു, അവര് ഒന്ന് പരിഹസിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു. മിൻ സാഹിബിൽ ഖാരിബാരെ, ഈ തോണിക്കാരനെ ഒന്ന് കളിയാക്കി കളയാം. ഒരു കൈലിത്തുണി, ഒരു ലുങ്കിത്തുണിയും ഒരു കൊച്ചു ബനിയനും ഒരു ടെർബൻ, ഒരു തലയെക്കെട്ടും ഒക്കെ ഉള്ള ഒരു തോണിക്കാരൻ, ഒരു സാധാരണ നാടനായ ഒരു തോണിക്കാരനെ കണ്ടപ്പോൾ ഈ സ്റ്റുഡൻസിന് അയാളെന്ന് പരിഹസിച്ച് കളയാമെന്നൊരു തോന്നൽ. അങ്ങനെ ചില കുട്ടികളുടെ മനസ്സിൽ തോന്നും. നമ്മൾക്കൊന്നും അങ്ങനെ ഉണ്ടാവില്ല. ചീത്ത കുട്ടികളുടെ മനസ്സിലാണ് അങ്ങനെ വിചാരങ്ങൾ ഉണ്ടാവുക. അപ്പൊ അവരെന്താ ചെയ്തത്? ഒന്നാമത്തെ ആള് ചോദിച്ചു, ഹൽ തഅരിഫു ഇൽമൽ ഹിസാബ്, ഹൽ തഅരിഫു ഇൽമൽ ഹിസാബ്, നിങ്ങൾക്കറിയുമോ ഇൽമുൽ ഹിസാബ്? എന്താ ഹിസാബ്? ഹിസാബ്, മാത്സ്, ഐവ, മാത്തമെറ്റിക്സ്. നിങ്ങൾക്ക് മാത്സ് അറിയുമോ, കണക്കറിയുമോ എന്ന് ചോദിച്ചു. അപ്പൊ തോണിക്കാരൻ മാത്സ് ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. അദ്ദേഹം അങ്ങനെ ഡിഗ്രിയോ PGയോ ഒന്നും അയാൾ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, എനിക്ക് അങ്ങനെ മാത്തമെറ്റിക്സ് ഒന്നും ഡീപ്പായിട്ട് അറിയുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞ, ആ കുട്ടിയുടെ മറുപടി, കത് ലയ്യഅത റുബഅ ഹയാതിക, കത് ലയ്യഅത, താങ്കൾ നഷ്ടപ്പെടുത്തി, പാഴാക്കി, നഷ്ടപ്പെടുത്തി കളഞ്ഞു. എന്ത്? റുബഅ ഹയാതിക. റുബഅ എന്ന് വെച്ചാൽ അർബഅയിൽ നിന്നുള്ളതാണ്, അർബഅത്തിൽ നിന്നുള്ളതാണ് റുബഅ. റുബഅ എന്ന് പറഞ്ഞാൽ 4/1, 1/4, 4/1, അതാണ് റുബഅ. നിങ്ങളുടെ ജീവിതത്തിന്റെ 4/1 നിങ്ങൾ നഷ്ടപ്പെടുത്തി, നിങ്ങൾക്ക് പാഴായി. ജീവിതത്തെ 4 ഭാഗമാക്കിയാൽ അതിലെ ഒരു ഭാഗം നിങ്ങൾക്ക് പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പോ രണ്ടാമത്തെ കുട്ടി, അദ്ദേഹം തോണിക്കാരൻ അത് കേട്ടിരുന്നു, പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. രണ്ടാമത്തെ കുട്ടിയുടെ ചോദ്യം, ഹൽ താരിഫു ഇൽമൽ ജഗ്റാഫിയ, ഹൽ താരിഫു, താങ്കൾക്കറിയുമോ? ഇൽമ്, നോളജ്, ഏത് നോളജ്? അൽ ജഗ്റാഫിയ, അറിവ്. ഏതറിവാണ്? ജോഗ്രഫി, ഭൂമിശാസ്ത്രം. നിങ്ങൾക്ക് ഭൂമിശാസ്ത്രം അറിയുമോ? നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഭൂമിശാസ്ത്രം അറിയുമോ? ജോഗ്രഫി അറിയുമോ? അപ്പൊ തോണിക്കാരന്റെ മറുപടി, അദ്ദേഹം ജോഗ്രഫി ഒന്നും പഠിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ മറുപടി, ഇല്ല, എനിക്ക് അതും അറിയില്ല. അപ്പൊ ആ കുട്ടി പറഞ്ഞു, കത് ലയ്യഅത നിസ്ഫ ഹയാതിക, നേരത്തെ റുബഅ പോയില്ലേ, 4/1 ഭാഗം പോയി. ഇപ്പോ നിസ്ഫ്, 4/1 ഭാഗം കൂടി പോയി. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിന്റെ പകുതി പോയി എന്ന് പറഞ്ഞു. ലയ്യഅത, താങ്കൾ പാഴാക്കി. നിസ്ഫ ഹയാതിക, നിങ്ങളുടെ ജീവിതത്തിന്റെ പകുതി നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് വളരെ പരിഹാസത്തോടു കൂടി അദ്ദേഹത്തെ കൊച്ചാക്കിക്കൊണ്ട് രണ്ടാമത്തെ കുട്ടിയും പറഞ്ഞു. അപ്പൊ മൂന്നാമത്തെ കുട്ടി എണീറ്റ് അവൻ ചോദിച്ചു, ഹൽ ദറസ്ത ഇൽമൽ ഫലക്, ഇൽമൽ ഫലക്, ഹൽ ദറസ്ത, താങ്കൾ പഠിച്ചിട്ടുണ്ടോ? ഇൽമൽ ഫലക്, ഫലക് എന്ന് വെച്ചാൽ യെസ്, ഗോളശാസ്ത്രം, അതായത് അസ്ട്രോണമി പഠിച്ചിട്ടുണ്ടോ? ഭൂഗോളത്തെ കുറിച്ച്, അതേപോലെ സൂര്യനെ കുറിച്ച്, ചന്ദ്രനെ കുറിച്ച്, നക്ഷത്രങ്ങളെ കുറിച്ചൊക്കെ, അങ്ങനെ അസ്ട്രോണമി പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഗോളശാസ്ത്രങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? വലത്. തോണിക്കാരൻ അപ്പോഴും വളരെ നിസ്സംഗമായി, വളരെ പാവപ്പെട്ടവനായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, വലത്, മോനെ, അതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. ഗോളശാസ്ത്രം പഠിച്ചിട്ടില്ല, അസ്ട്രോണമിയും ജോഗ്രഫിയും മാത്സും ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല എന്ന് അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞു. അപ്പോ മൂന്നാമത്തെ കുട്ടി എണീറ്റിട്ട് പറഞ്ഞു, ഹൽ ഖദ് ലയ്യഅത സുൽസൈ ഹയാതിക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 3/2 ഭാഗവും നഷ്ടപ്പെടുത്തിയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിന്റെ 3/2 ഭാഗം, ഇനി കുറച്ചേ ബാക്കിയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിന്റെ
2/3 നിങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അദ്ദേഹത്തെ കൊച്ചാക്കാൻ വേണ്ടി പറയാം. ആദ്യം പറഞ്ഞു റുബ് 1/4, പിന്നെ പറഞ്ഞു പാതി, ഇപ്പൊ പറയുന്നു 2/3 എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ മിക്കവാറും നിങ്ങൾക്ക് പോയി. കാരണം നിങ്ങൾ മാത്സ് പഠിച്ചിട്ടില്ല, നിങ്ങൾ പിന്നെ ജോഗ്രഫി പഠിച്ചിട്ടില്ല, നിങ്ങൾ അതേപോലെ തന്നെ ആസ്ട്രോണമി പഠിച്ചിട്ടില്ല, ഗോളശാസ്ത്രം പഠിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തിനാ പറ്റുക? നിങ്ങളുടെ ജീവിതത്തിന്റെ 2/3 പോയി. പക്ഷേ അപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഫുജ്അതൻ, സഡൻലി, പെട്ടെന്ന്. ഹബ്ബത്തിരീഹു, കാറ്റ് അടിച്ചു വീശി. ഹബ്ബ അടിച്ചു വീശി. അരിയഹ്, കാറ്റ്. അശദീദ, ശക്തമായ കാറ്റ്, ഭയങ്കര കാറ്റ്. ഫതമായലൽ ഖാരിബ്, അവരെവിടെയാ ഇരിക്കുന്നത്? തോണിയിൽ. തമായല ഫതമായലൽ ഖാരിബ്, തോണി ഇങ്ങനെ ആടി ഉലയാൻ വേണ്ടി തുടങ്ങി. ഫഖാഫൽ ജമീഅ്, എല്ലാവരും പേടിച്ചു പോയി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, തോണിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുഴയുടെ മധ്യത്തിലാണ് തോണി ഉള്ളത് എങ്കിൽ ശക്തമായ കാറ്റ്, നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഫഖാഫൽ ജമീഅ്, എല്ലാവരും പേടിച്ചു പോയി. എല്ലാവരും പറഞ്ഞാൽ തോണിക്കാരന് പേടിയില്ല, ബാക്കി 3 കുട്ടികളും പേടിച്ചു പോയി. അപ്പൊ തോണിക്കാരന്റെ പേടി, അവരെ കുറിച്ചുള്ള പേടിയുണ്ട്, അദ്ദേഹത്തെ കുറിച്ചുള്ള പേടിയില്ല. പക്ഷെ കുട്ടികളെ കുറിച്ചുള്ള പേടിയുണ്ടല്ലോ. ഹൽ താരിഫൂൻ, അപ്പൊ അദ്ദേഹം ചോദിച്ചു, തോണിക്കാരൻ ചോദിച്ചു, ഹൽ താരിഫൂന സിബാഹയ ഔലാദ്, മക്കളെ, കുട്ടികളെ, നിങ്ങൾക്ക് സിബാഹത്ത് അറിയുമോ? ഹൽ താരിഫൂൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ സിബാഹ? എന്താ സിബാഹ? സ്വിമ്മിങ് പഠിച്ചാണല്ലോ നമ്മള്. നിങ്ങൾക്ക് സ്വിമ്മിങ് അറിയുമോ? നീന്തൽ അറിയുമോ? ഒറ്റ ചോദ്യ. കാല, അപ്പോ കാൽ, അവരെല്ലാരും കൂടി പറയാണ്, ലാ ലാ ലാ, അറിയില്ല, ഞങ്ങൾക്ക് നീന്തൽ അറിയൂല എന്ന് അവർ 3 ആളും കൂടി ഉച്ചത്തിൽ പറഞ്ഞു. അപ്പൊ തോണിക്കാരൻ ഒരൊറ്റ വേർഡേ പറഞ്ഞുള്ളൂ. എന്താ പറഞ്ഞത്? ഫഇദൻ ലയ്യഅതും അൽ ഹയാത കുല്ലഹ, അങ്ങനെയാണെങ്കിൽ 1/4 അല്ല, 2/4 അല്ല, 2/3 അല്ല, നിങ്ങളുടെ ജീവിതം മൊത്തം പോയി. 4/1 അല്ല, പകുതിയല്ല, 2/3 അല്ല, നിങ്ങളുടെ ജീവിതം മൊത്തം പോയി. അൽ ഹയാത്ത കുല്ലഹ, നിങ്ങളുടെ ജീവിതം മൊത്തം പോയി എന്ന് പറഞ്ഞാൽ അവർ മുങ്ങാൻ പോവല്ലേ, അപ്പൊ ജീവിതം മൊത്തം പോയല്ലോ എന്ന മറുപടിയാണ് തോണിക്കാരൻ കൊടുത്തത്. പക്ഷേ അവര് പിന്നീട് കാറ്റൊതുങ്ങി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് കഥ. ഇവിടെ നമ്മൾ പഠിക്കേണ്ട പാഠം, ഒരാളെയും നമ്മൾ പരിഹസിക്കാൻ പാടില്ല. ഒരു പക്ഷേ ദൈവം, അള്ളാഹു നമുക്ക് അപ്പം തന്നെ അതിൻ്റെ റിസൾട്ട് തരും. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഒരാൾ ഏർപ്പെടാൻ പാടില്ല. ഇനി 2 ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ ഇവിടെ എഴുതണം, അതാണ് പ്രധാനം. എന്താണ്? ഒന്ന്, മാ ഇബ്റത്തു ഹാദിഹി അൽ ഖിസ്സ, മാ ഇബ്റത്തു ഹാദിഹി അൽ ഖിസ്സ, ഈ ഖിസ്സയിൽ നിന്ന് എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? ഈ ഖിസ്സയിൽ നമുക്കുള്ള പാഠം എന്താണ്? ഇവർക്ക് ജോഗ്രഫി അറിയാം, ഇവർക്ക് മാത്സ് അറിയാം, ഇവർക്ക് അസ്ട്രോണമി അറിയാം, പക്ഷെ ഇവർക്ക് അറിയാത്തത് എന്താ? നീന്തലാണ്, സിബാഹത്താണ്. അത് അറിയാത്തത് കൊണ്ട് ഇവരിപ്പം മുങ്ങാൻ പോകും. അപ്പോൾ എല്ലാ അറിവും പ്രധാനമാണ്. അതാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു മോറൽ എന്ന് പറയുന്നത്, ഒരു ഇബ്റത്ത് എന്ന് പറയുന്നത്. അതായത് പാഠത്തിൻ്റെ പേര് തന്നെ ലികുല്ലി ഇൽമിൻ ഫദ്ൽ, ലികുല്ലി ഇൽമിൻ ഫദ്ൽ എന്നാണ് ഈ ഒരു പാഠത്തിൻ്റെ ഇബ്റത്തായിട്ട്, ഈ ഒരു കഥയുടെ ഇബ്റത്തായി നമുക്ക് പഠിക്കണം. അപ്പോൾ അതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. എന്താണ്? ലികുല്ലി ഇൽമിൻ ഫദ്ൽ, ഓരോ അറിവിനും അതിൻ്റെതായ ശ്രേഷ്ഠതയുണ്ട്. ഇതേപോലെ മറ്റു പല ഇബ്റത്ത് നമുക്ക് എഴുതാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അത് നമ്മൾ എഴുതി വെക്കുക. രണ്ടാമത്തെ ചോദ്യം, ഉക്തുബ് ഉൻവാനൻ ആഖർ ലിഹാദിഹിൽ ഖിസ്സ, ഉൻവാൻ, യെസ്, ഹെഡിങ്, ഉൻവാനൻ ആഖർ, മറ്റൊരു ഹെഡിങ്, മറ്റൊരു ടൈറ്റിൽ എഴുതുക. ലി ഹാദിഹിൽ ഖിസ്സ, ഈ കഥയ്ക്ക് മറ്റൊരു ടൈറ്റിൽ എഴുതുക. എന്താ എഴുതാൻ പറ്റും? ഇപ്പം ഇതിന് ഓൾറെഡി ഉള്ളത് ലികുല്ലി ഇൽമിൻ ഫദ്ൽ എന്നാണ്. അത് മാറ്റിയിട്ട് നമുക്ക് മറ്റൊന്ന് എഴുതണമെങ്കിൽ പലതും എഴുതാം. ഇപ്പോൾ ഉദാഹരണം നമുക്ക് എന്ത് എഴുതാം? എന്താണ്? ലാ, ഒന്ന് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ അഭിപ്രായം പറയാനുള്ളത്? എന്താണ് ഈ കഥക്ക് മറ്റൊരു ഹെഡിങ് എഴുതാൻ പറ്റുക? പറഞ്ഞേ. ലാ, അത് ഞാൻ പറഞ്ഞു തുടങ്ങി. എന്താണ്? ലാ തസ്ഖർ അഹദ, അങ്ങനെ പറയല്ലേ? ലാ തസ്ഖർ അഹദ, ഒരാളെയും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? പരിഹസിക്കാൻ പാടില്ല, അല്ലേ? അങ്ങനത്തെ ഹെഡിങ് കൊടുക്കാലോ. ഓക്കെ, അത് കൊടുക്കാം. ഇനി മറ്റൊന്ന് നിർദ്ദേശിച്ച് വേറെ എന്താ പറയാൻ പറ്റുക? എന്താണ്? നീന്തലിനെ കുറിച്ച് പറയല്ലേ? ഓക്കെ, എന്താ എങ്ങനെയാ പറയേണ്ടത് നമുക്ക്? നീന്തലിൻ്റെ ഒരു പ്രാധാന്യം. യെസ്, അഹമ്മിയത്തു സിബാഹ, അങ്ങനെ പറയാം. അഹമ്മിയത്തു സിബാഹ എന്ന് പറയാം, അല്ലെങ്കിൽ ലാ തസ്ഖർ അഹദ എന്നുള്ളത് പറയാം. ഇങ്ങനത്തെ ഒരു ടൈറ്റിൽ കൂടി നിങ്ങൾ എഴുതിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. ഇനി അവിടെ ചെറിയ 1-2 വർക്ക് കൂടിയുണ്ട്. പേജ് നമ്പർ 24 ഒരു കോപ്പി റൈറ്റിംഗ്, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു,
കോപ്പി റൈറ്റിംഗ് വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഉഷാറാവണം. കാരണം നമ്മുടെ ടീച്ചേഴ്സിന് നമ്മളിപ്പോൾ അയച്ചു കൊടുക്കുക നമ്മൾ ഹാൻഡ് റൈറ്റിങ്ങിലാണ് എഴുതിയിട്ട് അയച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ 6th ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ഹൈസ്കൂളിൽ എത്തിയതിന് ശേഷം 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുമ്പോൾ അല്ലെങ്കിൽ +2 പരീക്ഷ എഴുതുമ്പോൾ നിങ്ങളുടെ പേപ്പർ വാല്യൂ ചെയ്യുക, അതിൻ്റെ പേപ്പർ നോക്കിയിട്ട് മാർക്ക് ഇടുന്നത് നിങ്ങളുടെ ടീച്ചേഴ്സിൽ ഏതോ ടീച്ചേഴ്സായിരിക്കും. അവർ നിങ്ങൾക്ക് മാർക്ക് ഇടുക നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ വൃത്തി നോക്കിയിട്ടാണ്. അപ്പോൾ ഏത് ഭാഷയിലും ഹാൻഡ് റൈറ്റിംഗ് വൃത്തിയായിരിക്കണം, മനോഹരമായി എഴുതാൻ പഠിക്കണം. അതിനു വേണ്ടിയാണ് ഇവിടെ ചില വാക്കുകൾ കൊടുത്തിരിക്കുന്നത്. ആ വാക്കുകൾ നോക്കിയിട്ട് അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതിയിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സിന് വളരെ മനോഹരമായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക, ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. അർഷദിന വാലിദന ഇല അസ്വദാഖത്തി അൽ ഹഖീഖ എന്നുള്ള ഒരു വാചകം ഒന്ന്, അർഷദന വാലിദന ഇല സദാഖത്തിൽ ഹഖീഖ എന്നുള്ള ആ വാചകം ഒന്ന് വൃത്തിയായിട്ട് എഴുതിയിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. അപ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിലും എഴുതുക, ടെക്സ്റ്റിലും എഴുതുക, പെൻസിൽ വെച്ചിട്ട് ഒരു A4 വൃത്തിയായിട്ട് വേറെ എഴുതുക. നിങ്ങളുടെ നോട്ട്ബുക്കിൽ പലതവണ നിങ്ങളതൊന്ന് റിപ്പീറ്റ് ചെയ്ത് ഹാൻഡ് റൈറ്റിംഗ് വൃത്തിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനെ നോക്കും, നമ്മൾ എഴുതിയ ആൻസർ ഷീറ്റ് ഇങ്ങനെ നോക്കുമ്പോൾ ടീച്ചേഴ്സിന് തോന്നും ഓ ഇവൻ ഉഷാറാണ് എന്ന് തോന്നും. ആ രീതിയിൽ അത് ചെയ്യാം. ഒരു വർക്ക് ചെറിയൊരു പേജ് കൂടി അവിടെ ഉണ്ട്. 25th 25ാമത്തെ പേജിൽ കുറച്ച് പദങ്ങൾ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊന്ന് വായിക്കാം. അതിൻ്റെ അർത്ഥം നിങ്ങൾ പഠിച്ചു വെക്കണം. അഷ്വാഖ് ഞാൻ വായിക്കുന്നേ ഉള്ളൂ, അർത്ഥം അവിടെ ഉണ്ട്, നിങ്ങൾക്കത് വായിച്ചെടുക്കാൻ സാധിക്കും. ജസ്റ്റ് പദങ്ങൾ എങ്ങനെ വായിക്കേണ്ടത് എന്നറിയാൻ വേണ്ടി അതൊന്ന് വായിക്കാം. അഷ്വാഖ് ഇസാഫാത്ത് അവലിയ അംഖദ അംകന ബുർഹത്തൻ തഹുബ്ബു തതമായലു തസ്ലിയ ضفത്ത് അയ്യാബ് ഖാഅത്ത് വഹദത്തുൽ ഇനായത്തുൽ ഫായിഖ യഗ്റഖു തദ്ഹിയ സയ്യാറത്തുൽ ഇസാഫ് സുറാഖ്. ഇത്രയും പദങ്ങളാണ് അതിലുള്ളത്. അത് നിങ്ങൾ എഴുതിയെടുക്കുക, അതിൻ്റെ മീനിങ് എഴുതിയെടുക്കുക. ഓക്കെ, ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. വൃത്തിയായിട്ട് വർക്കുകളൊക്കെ ചെയ്ത് തീർക്കുക. അപ്പോൾ നമ്മൾ 1ാമത്തെ യൂണിറ്റ് ഫിനിഷ് ചെയ്തു. ഇൻതഹൈന മിനൽ വഹദ അൽ ഉല ഇൻഷാല്ലാ ഫിൽ ഉസ്ബുഇൽ ആതി നദ്ഖുൽ ഇല അൽ വഹദ അസാനിയ. അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും എന്ത് ചെയ്യുക, ഈ വർക്കുകൾ വൃത്തിയായിട്ട് ചെയ്യുക. ഇത് അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഈ ചാനൽ ചിലരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഇത് അയച്ചു കൊടുക്കുക. സന്തോഷവാന്മാരായിട്ടിരിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇൻഷാല്ലാ വീണ്ടും കാണാം. ഇലൽ ലിഖാ മഅ അസ്സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.